Welcome back, students. Our next topic is JDBC or Java Database Connectivity. Java Database Connectivity. That is the new topics, and the last topic for the Java class is Java, four things: Java, database, and connection. Java plus database plus connection, that is Java Database Connectivity. Okay. Okay, what is JDBC or Java Database Connectivity? Java Database Connectivity or JDBC is a Java API to connect and execute query with the database, and it uses JDBC drivers to connect with the database. That is, when we connect a database with a Java program, JDBC is used. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ജാവയിൽ എഴുതുക. നമ്മുടെ ഫ്രണ്ട് എൻഡ് ജാവ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് മീൻസ് ആക്സസിലാകാം, SQL-ലാകാം, ഒറാക്കിളിലാകാം, നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ API പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് എൻഡും ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഡേറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ത്രൂ ദിസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ അതിനൊരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രോഗ്രാം വഴി ഈ ഡേറ്റാബേസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫ്രണ്ട് എൻഡും ഈ നമ്മുടെ ബാക്ക് എൻഡ് ഡേറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടിവിറ്റിക്കാണ് നമ്മൾ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി ഓർ JDBC ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഈ JDBC ഡ്രൈവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡേറ്റാബേസിനെ കണക്ട് ചെയ്യുക. നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ എഴുതുകയാണെങ്കിൽ ജാവയിൽ അതിനകത്ത് നമ്മളൊരു ക്വറി എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു SQL ക്വറി നമ്മൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വറിയുടെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, ക്വറി നമ്മൾ ഇതിന്റെ ഒരു പാർട്ടായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ക്വറി നേരെ പോവുക നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാബേസിലേക്കായിരിക്കും. ആ ഡേറ്റാബേസിനെ ഈ ക്വറിയുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ അതിനൊരു കണക്ടിവിറ്റി ഡ്രൈവേഴ്സിന്റെ ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ ഈ JDBC ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ JDBC ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റിൽ നമ്മൾ ഉണ്ടായിരുന്ന ODBC ആയിരുന്നു. അതായത് നമ്മൾ വിഷ്വൽ ബേസിക് ഇപ്പം ഇല്ലെങ്കിലും വിഷ്വൽ ബേസിക് പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ ODBC ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ODBC ഡ്രൈവേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് സിയിലാണ് റൈറ്റ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ജാവയുടെ പ്രത്യേകത എന്താണ്? ഈ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ജാവയും ഇതുമായി കമ്പാറ്റബിൾ അല്ലാത്തതിനാല് നമ്മൾ ആ ODBC ഡ്രൈവേഴ്സ് അല്ല, പകരം ജാവയ്ക്ക് ജാവയുടേതായ JDBC ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഉണ്ടായിരുന്നത് ODBC ഓർ ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ JDBC-യിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ജാവ പ്രോഗ്രാംസ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക JDBC ഡ്രൈവേഴ്സ് ആണ്. ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഇവിടെ നമുക്ക് JDBC API, then JDBC ഡ്രൈവർ മാനേജർ, JDBC ഡ്രൈവേഴ്സ് ആണ്. ഇവിടെ ഓരോന്നും ഡിഫറെന്റ് ഡേറ്റാബേസ് ആണ്. ഒന്ന് ഒറാക്കിൾ, ഒന്ന് SQL സെർവർ, ODBC ഡേറ്റാബേസ്. അപ്പം ഡിഫറെന്റ് ഡേറ്റാബേസ് ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്തിരിക്കുകയാണ്. ഓരോന്നിനെയും കറസ്പോണ്ടിങ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ ഒറാക്കിൾ, SQL സെർവർ അല്ലെ ആക്സസ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഓരോ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഡേറ്റാബേസ് ആണെങ്കിലും അത് നമുക്ക് ഈ ഒരു JDBC ഡ്രൈവർ മാനേജർ ആണ് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ വരുന്നതെന്ന് വെച്ചാൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ഉള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതുമായി ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഡേറ്റാബേസും നമ്മുടെ API പ്രോഗ്രാമുമായിട്ടും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതാണ് ഒരു JDBC ആർക്കിടെക്ചർ. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജാവ ആപ്ലിക്കേഷൻ, JDBC API, ഡ്രൈവർ മാനേജർ, JDBC ഡ്രൈവർ ആൻഡ് ഡേറ്റാബേസ്. ഇതാണ് അതിന്റെ ആർക്കിടെക്ചർ. നമ്മൾ ഡേറ്റാബേസ് കണക്ടിവിറ്റി പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്, അതൊന്ന് പരിചയപ്പെട്ടു പോകാം. ഡിഫറെന്റ് JDBC ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ, നേറ്റീവ് API ഡ്രൈവർ, നെറ്റ് പ്രോട്ടോകോൾസ് ഡ്രൈവർ, നേറ്റീവ് പ്രോട്ടോകോൾസ് ഡ്രൈവർ. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ടൈപ്സിലുള്ള ഡ്രൈവേഴ്സ് ആണ് JDBC ഡ്രൈവേഴ്സ് ഉള്ളത്. നമുക്കപ്പോൾ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, ടൈപ്പ് 4 ഉണ്ട്.
ഈ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഡ്രൈവേഴ്സ് JDBCയിൽ അവൈലബിൾ ആണ്. JDBC driver എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സോഫ്റ്റ്വെയർ കമ്പോണന്റ് ദാറ്റ് എനേബിൾ ജാവ ആപ്ലിക്കേഷൻ ടു ഇന്ററാക്ട് വിത്ത് ദ ഡാറ്റാബേസ്. കാരണം നമ്മളിപ്പം പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടാണ് JDBC ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത് JDBC, ODBC ബ്രിഡ്ജ്, നേറ്റീവ് API ഡ്രൈവർ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഡ്രൈവർ ആൻഡ് തിൻ ഡ്രൈവർ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ഈ 4 ടൈപ്സ് ഉള്ള ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. JDBC ODBC bridge driver uses ODBC driver to connect the database. JDBC ODBC bridge driver converts JDBC methods call into the ODBC function call. അപ്പോൾ ഇവിടെ എന്താണ് JDBC ODBC bridge driver എന്ന് പറയുകയാണെങ്കിൽ അത് ODBC driver ആണ് യൂസ് ചെയ്യുന്നത്. Then driver is platform independent. As to make use of ODBC, which turn depends on native libraries of the underlying operating system. ODBC must be installed on the computer having the driver, and the database must support an ODBC driver. ഇപ്പൊ നമുക്ക് ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഡ്രൈവേഴ്സിൽ ഒന്നാണിത്. അപ്പൊ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന ODBC ഡ്രൈവറിലാണ്. അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ODBC ഡ്രൈവർ ആണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ കൺവേർട്സ് JDBC മെത്തേഡ്സ് ഇൻ ODBC ഫംഗ്ഷൻ കോൾ. അപ്പം ഇവിടെ നമ്മൾ ODBC യൂസ് ചെയ്യുന്നുണ്ട്. JDBC ODBC ഫംഗ്ഷൻ കോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. JDBC API, JDBC ഡ്രൈവർ മാനേജർ, ബ്രിഡ്ജ് ഡ്രൈവർ, അതാണ് ടൈപ്പ് 1 ഡ്രൈവർ ആണ് ഇവിടെ ODBC ഡ്രൈവർ, ഡാറ്റാബേസ് ലൈബ്രറി API ആൻഡ് ഡാറ്റാബേസ്. ഇവിടെ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിലൊന്ന് നോക്കിയാൽ മതി. ഈസി ടു യൂസ്, കണക്റ്റഡ് ടു ദ ഡാറ്റാബേസ്. ഇത് അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നേറ്റീവ് API ഡ്രൈവർ ആണ്. അത് ടൈപ്പ് 2 JDBC ഡ്രൈവർ ആണ്. കൺവേർട്സ് JDBC കോൾസ് ഇൻടു ഡാറ്റാബേസ് സ്പെസിഫിക് കോൾ. ഇത് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ ഡാറ്റാബേസ് ആയിരിക്കും. അതാണ് നേറ്റീവ് API ഡ്രൈവർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ പിക്ചർ. ടൈപ്പ് 2 ഡ്രൈവർ, ലൈബ്രറി API എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രോട്ടോകോൾ ഡ്രൈവർ എന്ന് പറയുന്നതാണ് ടൈപ്പ് 3 ഡ്രൈവർ. ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിഡിൽവെയർ ഓർ ആപ്ലിക്കേഷൻ സെർവർ ട്രാൻസ്ലേറ്റ് ഓൾ JDBC കോൾസ് ഇൻ ദ ഡാറ്റാബേസ് സ്പെസിഫിക് കോൾ. അപ്പൊ ഇവിടെ ഒരു സംഭവം യൂസ് ചെയ്യുന്ന മിഡിൽവെയർ ഉണ്ട്. അതാണ് ഈ പ്രോട്ടോകോൾ ഡ്രൈവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Calling Java application, JDBC API, then driver manager, network protocol driver. ഇവിടെ മിഡിൽവെയർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഡിഫറെന്റ് ഡാറ്റാബേസ് വെൻഡേഴ്സിലേക്ക് വരുന്നത് ടൈപ്പ് 3. ഈ ഡ്രൈവർ എന്ന് പറയുമ്പോൾ സെർവർ ബേസ്ഡ് ആണ്. നോ നീഡ് ഫോർ എനി വെൻഡർ ഡാറ്റാബേസ് ലൈബ്രറി ടു പ്രസന്റ് ഓൺ ദ ക്ലയന്റ് മെഷീൻ. ഫുള്ളി റിട്ടൺ ഇൻ ജാവ ആൻഡ് പോർട്ടബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. മൾട്ടിപ്പിൾ ഡാറ്റാബേസ് നമുക്ക് ഒരു ഡ്രൈവർ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഡ്രൈവർ കോസ്റ്റ്ലി ആണെന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ടൈപ്പ് 4 ഡ്രൈവർ ആണ്. തിൻ ഡ്രൈവർ എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് നേറ്റീവ് പ്രോട്ടോകോൾ ഡ്രൈവർ. ഇന്ററാക്ട് ഡയറക്ട്ലി വിത്ത് ദ ഡാറ്റാബേസ് ആണ്. ഡസ് നോട്ട് റിക്വയർ എനി ഡാറ്റാബേസ് ലൈബ്രറി. ഇതാണ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ. ടൈപ്പ് 4 ഡ്രൈവർ ആണെങ്കിൽ അതും ഡാറ്റാബേസും കൂടെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ്. ഇത് നമ്മൾ ഡിഫറെന്റ് ഡ്രൈവേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജും കൂടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. All JDBC drivers are completely written in Java to achieve platform independence. User needs different driver for each database. അതാണ് ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് നമ്മുടെ കണക്ടിവിറ്റിയിലേക്ക് ഒന്ന് പോകാം. നമ്മൾ ഇത് ഡ്രൈവേഴ്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇവിടാണ്. നമ്മളൊരു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴെങ്കിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ്, ഡിഫൈൻ ദ കണക്ഷൻ URL, then establish the connection, create the statement object, execute query, process the result and close the connection. ഇത്രയും പാർട്ട് ചേർന്നിട്ടാണ് നമ്മളൊരു ഡാറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്കൊരു ഡാറ്റാബേസുമായിട്ട് നമ്മുടെ ജാവ പ്രോഗ്രാം കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. കണക്ഷൻ URL, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, കുറെ എക്സിക്യൂട്ട് ചെയ്യണം, റിസൾട്ടിനെ പ്രോസസ് ചെയ്യണം, കണക്ഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ആയിട്ട് പറഞ്ഞ ഡ്രൈവർ
ഒന്ന് രജിസ്റ്റർ ദ ഡ്രൈവർ ക്ലാസ്, ദെൻ ക്രിയേറ്റിംഗ് കണക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ്, എക്സിക്യൂട്ട് ക്വറി, ക്ലോസിംഗ് കണക്ഷൻ. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഡ്രൈവർ ക്ലാസ്സുമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് ഡോട്ട് ഫോർ നെയിം. ഈ മെത്തേഡ് ആണ് നമ്മൾ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന URL എന്ന് പറയുന്നത്. ക്ലാസിന്റെ C ക്യാപിറ്റൽ ആണ്, F. ഇതൊരു മെത്തേഡ് ആണ്. ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അവൈലബിൾ ആണ്. ദെൻ ഫോർ നെയിം എന്ന് പറയുന്ന മെത്തേഡ് ആണ്. ഈ ഫോർ നെയിം എന്ന് പറയുന്ന മെത്തേഡിൽ ഇവിടെ ഓർക്കുക ഫസ്റ്റ് സ്മോളും സെക്കൻഡ് ക്യാപിറ്റലും ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിഫറെന്റ് കാറ്റഗറിക്ക് ഇവിടെ ചെറിയ ഡിഫറൻസ് വരുന്നത്. ക്ലാസ് ഡോട്ട് ഫോർ നെയിം JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ ആണെങ്കിൽ സൺ ഡോട്ട് JDBC ഡോട്ട് ODBC ഡോട്ട് JDBC ODBC ഡ്രൈവർ. ഇനി ഒറാക്കിൾ ഡ്രൈവർ ആണെങ്കിൽ ഒറാക്കിൾ ഡോട്ട് JDBC ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഒറാക്കിൾ ഡ്രൈവർ. ഇനി MySQL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ com ഡോട്ട് MySQL ഡോട്ട് JDBC ഡോട്ട് ഡ്രൈവർ. അപ്പം ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത് ക്ലാസ് ഡോട്ട് ഫോർ നെയിം. ഈ ഫോർ നെയിമിനകത്ത് വരുന്ന സംഭവം നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്. SQL ആണെങ്കിൽ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്താൽ മതി. ഈ JDBC ODBC ബ്രിഡ്ജ് ആക്സസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഡ്രൈവറെ യൂസ് ചെയ്യുക. ഒറാക്കിൾ ആണെങ്കിൽ അതിനകത്ത് ഈ കോഡ് കൊടുക്കുക. ഫോർ നെയിം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? രജിസ്റ്റർ ദ ഡ്രൈവർ ക്ലാസ് ആണ്. ക്ലാസ് ഡോട്ട് ഫോർ നെയിം com ഡോട്ട് MySQL ഡോട്ട് JDBC ഡോട്ട് ഡ്രൈവർ. ഇവിടെ നമ്മുടെ MySQLന്റെ കേസിലാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ക്രിയേറ്റ് ദ കണക്ഷൻ ഒബ്ജക്റ്റ് ആണ്. കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഗെറ്റ് കണക്ഷൻ മെത്തേഡ്. ഈ ഗെറ്റ് കണക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് കണക്ഷൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ കണക്ഷൻ കോൺ ഈക്വൽസ്, കണക്ഷന്റെ ഒബ്ജക്റ്റ് ആണ് ഈ കോൺ എന്ന് പറയുന്നത്, ഈക്വൽസ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ, ദെൻ JDBC ഫുൾ കോളൻ MySQL ഫുൾ കോളൻ / ലോക്കൽ ഹോസ്റ്റ് 3306 MyDB. അവിടെ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ദെൻ യൂസർ ഏതാണ്, ഏത് യൂസർ ആയിട്ടാണോ അതും കൊടുക്കണം, പാസ്വേഡും കൊടുക്കണം. ദെൻ ക്രിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന കോൺ ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഇവിടെ കണക്ഷന്റെ ഒബ്ജക്റ്റ് ആണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എങ്ങനെയാണെങ്കിൽ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒബ്ജക്ട് നെയിം ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യും. അത് തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. കണക്ഷൻ കോൺ ഈക്വൽ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ, URL, യൂസർ നെയിം, പാസ്വേഡ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചത്. ആ URL ഫസ്റ്റ് കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിലെ യൂസർ നെയിം കൊടുക്കുക, ദെൻ കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. ഇതാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുക. സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ആ കാണിച്ച ഇത് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് അതൊരു അതിന്റെ ഒബ്ജക്ട് നെയിം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ കോൺ ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് കണക്ഷന്റെ ഒബ്ജക്റ്റ് ആണ് കോൺ. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് രണ്ട് രീതിയിലാണ്. നമ്മൾ ഒരു SQL സ്ട്രിങ്ങിനകത്തേക്ക് നമ്മൾ ക്വറി എഴുതുകയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം EMB എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന ഇവിടെ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി ഓഫ് SQL. ഇതാണ് SQL. ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്ന ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ക്വറിയാണ്. അപ്പൊ ഇവിടെ SQL ഈക്വൽസ് ഇൻസേർട്ട് ഇൻറ്റു ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കി എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഓഫ് SQL ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റിന്റെ കൂടെ ക്വറി കൊടുക്കുമ്പോൾ എക്സിക്യൂട്ട് ക്വറിയോ എക്സിക്യൂട്ട് അപ്ഡേറ്റോ കൊടുക്കുന്നത്. നമ്മൾ DML ആണെങ്കിൽ എക്സിക്യൂട്ട് ക്വറിയും DDL സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിക്യൂട്ട് അപ്ഡേറ്റും കൊടുക്കുക. ഈ SQL ഒന്നിലെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് ക്വറി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്വറി ഏതെങ്കിലും ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ക്വറിക്കകത്ത് ഈ ക്വറി ഡയറക്റ്റ് വേണേലും കൊടുക്കാൻ പറ്റും. ഇതാണ് ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് സെറ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് സെറ്റ് നമ്മൾക്ക് ഏതെങ്കിലും ക്വറിയുടെ റിസൾട്ട് കിട്ടാനായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്ട് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതാണ് റിസൾട്ട് സെറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക്. നമുക്ക് ഈ ക്വറിയുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് റിസൾട്ട് സെറ്റ് ഒബ്ജക്റ്റ് ആണ്. ദെൻ വൈൽ RS ഡോട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഒരു എൻഡ് ഓഫ് ഫയൽ വരെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒബ്ജക്ട് നെയിം ഇതിന്റെ ഫസ്റ്റ് റെക്കോർഡ് ആദ്യം പ്രിന്റ് ചെയ്യുന്നു. അത് പ്രിന്റ് ചെയ്യുന്ന കേസിൽ ഇത് ഗെറ്റ് ഇൻഡ് ID RS ഡോട്ട് ഗെറ്റ് സ്ട്രിങ് നെയിം. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം ഓരോ ഫീൽഡാണ്. ഫസ്റ്റ് ഫീൽഡ് ഇത്, സെക്കൻഡ് ഫീൽഡ് ഇത്, ആ രീതിയിലായിരിക്കും ഇത് എടുക്കുക. അപ്പൊ ആദ്യത്തെ റെക്കോർഡില് ആ എൻഡ് ഓഫ് റെക്കോർഡ് വരെ ഫസ്റ്റ് വൺ എടുത്തു. നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, RS ഡോട്ട് നെക്സ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അടുത്ത റെക്കോർഡിലേക്ക് പോയി. അപ്പൊ വൈൽ ലൂപ്പിൽ നമ്മൾ അത് എൻഡ് ഓഫ് റെക്കോർഡ് വരെ ഇത് ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ റിസൾട്ട് പ്രോസസ് ചെയ്ത റിസൾട്ടിനെ പ്രിന്റ് ചെയ്യാനായിട്ടാണ് ഈ RS ഡോട്ട് നെക്സ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ലാസ്റ്റ് നമ്മൾ ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിപ്പോ അതിന്റെ ഒരു കോഡിന്റെ ഒരു സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്.